എല്ലാവരും ഓർക്കുന്നു ഇത് അങ്ങോട്ട് ചെന്ന് നമ്മൾ ഒരു ബാഗ് എടുത്ത് അങ്ങ് പോവുക. അതല്ല, ഇതിന് ഒത്തിരി പ്രിപ്പറേഷൻ ഉണ്ട്. പൈലറ്റ് ബാഗ് ഒക്കെ ആയിട്ട് വരുന്നു, വലിയ ട്രോളി ഒക്കെ ആയിട്ട് വരുന്നു, കൂടെ സുന്ദരിമാരായിട്ടുള്ള എയർ ഹോസ്റ്റസ്മാരും ഉണ്ടാവും. എന്നിട്ട് ഇവര് വന്ന് കയറിയിരുന്ന് പറപ്പിക്കുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് പ്രിപ്പറേഷൻ ഉണ്ട് എനിക്ക്. ആക്ച്വലി അതിന്റെ തലേദിവസം ഞാൻ പ്രിപ്പയർ ചെയ്യും. ഓക്കെ. സ്ഥിരം ഇപ്പൊ ലണ്ടനിൽ പോകുന്നതുകൊണ്ട് അത് ഞാൻ അത്ര നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ഫ്ലൈ ചെയ്യുന്നതിന് രാവിലെ നോക്കാറുള്ളൂ. അതല്ല, കുറെ നാളായി ഞാൻ മെൽബണിൽ പോയി, ശരി, ഒരു ജപ്പാനിൽ പോയി. അപ്പൊ നമ്മൾ ഉടനെ ജപ്പാന്റെ ചാർട്ട്സിൽ എടുത്ത് ആ പോകുന്ന റൂട്ട്, അന്ന് തലേദിവസം പോയ ഫ്ലൈറ്റിന്റെ ഇതെല്ലാം പ്ലാൻ എടുത്തിട്ട് നമ്മളെല്ലാം ചെക്ക് ചെയ്യും ഏതുവഴി അവർ പോയത്. അപ്പൊ റഫ്ലി ആ റൂട്ടിങ് ആയിരിക്കും നാളെ മാച്ച്. ഇപ്പൊ എന്തൊക്കെ റിക്വയർമെന്റ്സ് ഉണ്ട്, അവർ പുതിയ റിക്വയർമെന്റ്സ് ഉണ്ടോ. യു ഷുഡ് നോ ദാറ്റ് എയർവേസ് ആൻഡ് വിച്ച് സെക്ടേഴ്സ് യു ആർ ഫ്ലൈയിങ് ഓവർ വിച്ച് ആർ ദ കൺട്രി. പിന്നെ ആ എയർപോർട്ടിൽ എന്തെങ്കിലും വർക്ക്സ് നടക്കുന്നുണ്ടോ, ഇപ്പൊ നോ ടൈംസ് ഉണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ അണ്ടർലൈൻ ചെയ്ത് നോക്കും. ഇതെല്ലാം റഫ്ലി നമുക്ക് പ്രിപ്പറേഷനുള്ള സാധനങ്ങൾ അതല്ല. പിന്നെ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന അന്ന് രാവിലെ ഒരു 3 hours മുമ്പ് ഞങ്ങൾക്ക് ഇത് കിട്ടും. അപ്പൊ ഞാൻ ഇത് എടുത്തു വെച്ചിട്ട് ഇന്നൂടെ നോക്കും ഇതെല്ലാം ആപ്ലിക്കബിൾ ആണോ. ഇന്നും ചില സംഭവങ്ങൾ ഇന്നലെ മാത്രമേ ആപ്ലിക്കബിൾ ആയിരിക്കും, ഇന്ന് ആപ്ലിക്കബിൾ അല്ല. ചില എക്സിറ്റ്സ് ക്ലോസ്ഡ് ആയിരിക്കും. ഇപ്പൊ നമ്മളെല്ലാം മാർക്ക് ചെയ്യണം നമ്മുടെ മാപ്പിൽ, ഇത് ക്ലോസ്ഡ് ആണ്, ഈ റൺവേഡ് എന്ന് മാത്രം ഉപയോഗിക്കുക. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഓക്കെ. ഇതെല്ലാം ഒരു മെന്റലി നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് പോകുന്നത്. ഓക്കെ.